മൂന്നാർ ഹൈറേഞ്ചിലെ തണുപ്പുള്ള ഒരു പുലർക്കാലം. മഞ്ഞുകണങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശാന്തതയെ ഭേദിച്ചുകൊണ്ടാണ് തേയിലത്തോട്ടത്തിലെ തൊഴിലാളിയായ മുരുകന്റെ നിലവിളി ഉയർന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സബ് ഇൻസ്പെക്ടർ അർജുൻ വർമ്മ സംഭവ സ്ഥലത്തെത്തി. ലോക്കൽ പോലീസ് തോട്ടത്തിന് ചുറ്റും കാവൽ നിൽക്കുന്നുണ്ട്. അർജുൻ ജീപ്പിൽ നിന്നിറങ്ങി പതുക്കെ തോട്ടത്തിനുള്ളിലേക്ക് നടന്നു. 10 അടി താഴ്ചയിലുള്ള ഒരു കൊക്കയുടെ അരികിൽ വലിയൊരു പൈൻ മരത്തിന്റെ ചുവട്ടിലായിരുന്നു ആ കാഴ്ച. കണ്ടാൽ സുന്ദരിയായ ഒരു യുവതി, ഏകദേശം 25 വയസ്സ് തോന്നും. തറയിൽ മലർന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം. അവളുടെ കഴുത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട്. പക്ഷേ അർജുനെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല. അവളുടെ കൈവെള്ളയിൽ ഒരു ചുവന്ന റോസാപ്പൂവ് വെച്ചിട്ടുണ്ട്. ആ പൂവ് അപ്പോഴും വാടിയിരുന്നില്ല. സർ, പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞു. കോൺസ്റ്റബിൾ സലീം അർജുൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു. ഇത് ഈ അടുത്ത കാലത്ത് ടൂറിസ്റ്റായി വന്ന അഞ്ജലി എന്ന പെൺകുട്ടിയാണ്. കൊച്ചിയിലുള്ള ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അർജുൻ മൃതദേഹത്തിന് ചുറ്റും പരിശോധിച്ചു. മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. കൊലപാതകി വളരെ വിദഗ്ധമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സലീം, ബോഡി ഉടനെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. പിന്നെ അവളുടെ റൂമും ബാഗും ഉടനെ പരിശോധിക്കണം. ഫോൺ കിട്ടിയോ? അർജുൻ ചോദിച്ചു. ഇല്ല സർ, ഫോൺ അവിടെ എങ്ങും കാണാനില്ല. ആരോ കൊണ്ടുപോയ ലക്ഷണമുണ്ട്. അർജുൻ ആ റോസാപ്പൂവിലേക്ക് വീണ്ടും നോക്കി. അത് സാധാരണ ഒരു കൊലപാതകമല്ലെന്ന് അവന് തോന്നി. ആ പൂവ് വെച്ച രീതിയിൽ ഒരു സിഗ്നേച്ചർ ഉണ്ടായിരുന്നു. താൻ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കൊലയാളി. അന്വേഷണം തുടങ്ങേണ്ടത് അവളുടെ അവസാനത്തെ ഫോൺ കോളുകളിൽ നിന്നാണെന്ന് അർജുൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവൻ്റെ വയർലെസ് സെറ്റ് ശബ്ദിച്ചത്. സർ, അഞ്ജലി താമസിച്ചിരുന്ന ഹോം സ്റ്റേയിൽ നിന്ന് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി അവൾ ഒരാളോടൊപ്പം പുറത്തേക്ക് പോകുന്നത് കണ്ടവരുണ്ട്. അർജുൻ്റെ കണ്ണുകൾ തിളങ്ങി. ആരായിരിക്കും ആ വ്യക്തി? ഒരു പ്രണയപ്പകയാണോ? അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? അർജുൻ നേരെ പോയത് അഞ്ജലി താമസിച്ചിരുന്ന മിസ്റ്റി വാലി ഹോം സ്റ്റേയിലേക്കാണ്. തടിയിൽ തീർത്ത ആ പഴയ ബംഗ്ലാവിന് ചുറ്റും പോലീസ് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അഞ്ജലി താമസിച്ചിരുന്ന 204 നമ്പർ മുറി തുറന്നപ്പോൾ അവിടെ ആകെ ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങളും പുസ്തകങ്ങളും അർജുൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സർ, ഇവിടെ ആരോ തിരച്ചിൽ നടത്തിയ ലക്ഷണമുണ്ട്, സലീം പറഞ്ഞു. അർജുൻ മുറി ഗൗരവത്തോടെ നിരീക്ഷിച്ചു. പെട്ടെന്നാണ് മേശയ്ക്കടിയിൽ വീണുകിടന്ന ഒരു ചെറിയ ഡയറി അവൻ്റെ കണ്ണിൽപ്പെട്ടത്. അതിൻ്റെ പുറം ചട്ടയിൽ A എന്ന് മാത്രം രേഖപ്പെടുത്തിയിരുന്നു. ഡയറിയുടെ അവസാന താളുകളിൽ അഞ്ജലി ചില കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ എന്നെ പിന്തുടരുന്നുണ്ട്. മൂടൽമഞ്ഞിൽ മറഞ്ഞു നിൽക്കുന്ന ആ നിഴൽ രൂപം. എനിക്കറിയാം, അയാൾക്ക് വേണ്ടത് എൻ്റെ കൈവശമുള്ള ആ പഴയ ഫോട്ടോയാണ്. ആരോടും പറയാൻ വയ്യ. അർജുൻ ആ വരികൾ വീണ്ടും വീണ്ടും വായിച്ചു. ആരാണ് ആ നിഴൽ രൂപം? എന്ത് ഫോട്ടോയെക്കുറിച്ചാണ് അവൾ പറയുന്നത്? അപ്പോഴാണ് ഹോം സ്റ്റേയിലെ മാനേജർ തോമസ് അവിടേക്ക് വന്നത്. സർ, ഇന്നലെ രാത്രി 10 മണിയോടെ അഞ്ജലി മാഡം ഒരാളോടൊപ്പം പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ഒരു കറുത്ത ജാക്കറ്റ് ധരിച്ച ഉയരമുള്ള ഒരാളായിരുന്നു അത്. മുഖം വ്യക്തമായില്ല, പക്ഷേ അവർ തമ്മിൽ തർക്കിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവർ ഏത് ദിശയിലേക്കാണ് പോയത്? അർജുൻ ചോദിച്ചു. തോട്ടത്തിൻ്റെ വശത്തുള്ള പഴയ കാട്ടുപാതയിലേക്കാണ് അവർ നടന്നത്. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അകത്തേക്ക് കയറിപ്പോയി. അർജുൻ ഉടനെ സൈബർ സെല്ലിൽ നിന്ന് അഞ്ജലിയുടെ ഫോൺ ലൊക്കേഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മിനിറ്റുകൾക്കുള്ളിൽ മറുപടി വന്നു. അവളുടെ ഫോൺ അവസാനമായി സ്വിച്ച് ഓഫ് ആയത് കൊലപാതകം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു ടവറിന് കീഴിലാണ്. പക്ഷേ അതിനു മുമ്പ് അവൾ ഒരു നമ്പറിലേക്ക് തുടർച്ചയായി 3 തവണ വിളിച്ചിരുന്നു. ആ നമ്പർ പരിശോധിച്ച അർജുൻ ഞെട്ടിപ്പോയി. അത് മൂന്നാറിലെ പ്രമുഖ ബിസിനസ്സുകാരനും രാഷ്ട്രീയ സ്വാധീനവുമുള്ള രാഘവൻ നായരുടെ മകൻ വിവേക് നായരുടെ നമ്പറായിരുന്നു. സലീം, വണ്ടി എടുക്ക്, നമുക്ക് വിവേകിനെ ഒന്ന് കാണണം, അർജുൻ പറഞ്ഞു. വിവേകിൻ്റെ ബംഗ്ലാവിലേക്ക് പോകുമ്പോൾ അർജുൻ്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയായി. ഒരു സാധാരണ IT ജീവനക്കാരിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കോടീശ്വരൻ്റെ മകനുമായി ബന്ധമുണ്ടാവുക? ബംഗ്ലാവിൻ്റെ പടിക്കലെത്തിയപ്പോൾ വിവേക് തൻ്റെ സ്പോർട്സ് കാറിൽ എങ്ങോട്ടോ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അർജുനെ കണ്ടതും അയാളുടെ മുഖത്ത് ഒരു നിമിഷം പരിഭ്രമം നിഴലിച്ചു. വിവേക് നായർ, അഞ്ജലിയെ നിങ്ങൾക്ക് എത്ര കാലമായി അറിയാം?
അർജുൻ കാറിന് മുന്നിൽ തടഞ്ഞു നിന്ന് ചോദിച്ചു. വിവേക് ഒന്ന് പരുങ്ങി. അഞ്ജലിയോ? ഏതഞ്ജലി? എനിക്ക് അങ്ങനെ ആരെയും അറിയില്ല ഓഫീസർ. അർജുൻ ചിരിച്ചുകൊണ്ട് തൻ്റെ ഫോണിലെ കോൾ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. പിന്നെ എന്തിനാണ് ഇന്നലെ രാത്രി അവൾ നിങ്ങളെ 3 തവണ വിളിച്ചത്? ഒടുവിൽ അവൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് നിങ്ങളുടെ കാറിൻ്റെ ടയർ പാടുകൾ ഉണ്ടല്ലോ വിവേക്. വിവേകിൻ്റെ മുഖം വിളറി വെളുത്തു. അയാൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അർജുന് ഉറപ്പായി. വിവേക് നായരുടെ ബംഗ്ലാവിന് മുന്നിൽ അന്തരീക്ഷം ആകെ വലിഞ്ഞു മുറുകി നിൽക്കുന്നു. അർജുൻ്റെ ചോദ്യത്തിനു മുന്നിൽ മറുപടിയില്ലാതെ വിവേക് വിയർത്തു. എനിക്ക് അവളുമായി ചില ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഓഫീസർ. പക്ഷെ അവൾ മരിച്ച വിവരം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, വിവേക് പതർച്ചയോടെ പറഞ്ഞു. ബിസിനസ് ബന്ധമോ? ഒരു IT ജീവനക്കാരിക്ക് നിങ്ങളുമായി എന്ത് ബിസിനസ്? അർജുൻ അടുത്തേക്ക് നീങ്ങി നിന്നു. സത്യം പറയൂ വിവേക്, ആ റോസാപ്പൂവ് അവിടെ വെച്ചത് നിങ്ങളാണ്? വിവേകിൻ്റെ കണ്ണുകളിൽ പെട്ടെന്ന് ഭയം നിഴലിച്ചു. റോസാപ്പൂവോ? എന്ത് പൂവ്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് പോകണം. എൻ്റെ വക്കീൽ വരാതെ ഞാൻ ഒന്നും മിണ്ടില്ല. വിവേക് വേഗത്തിൽ തൻ്റെ കാറിനുള്ളിൽ കയറി പാഞ്ഞുപോയി. അവനെ തടയാൻ നിയമപരമായി അർജുന് അപ്പോൾ സാധിക്കുമായിരുന്നില്ല. പക്ഷേ സലീമിനോട് ആ കാറിനെ പിന്തുടരാൻ അവൻ നിർദ്ദേശം നൽകി. അർജുൻ തിരികെ സ്റ്റേഷനിലെത്തി. അഞ്ജലിയുടെ ഡയറി വീണ്ടും പരിശോധിച്ചു. അതിനിടയിൽ നിന്ന് ഒരു ചെറിയ മെമ്മറി കാർഡ് താഴെ വീണു. അവൻ അത് ലാപ്ടോപ്പിൽ ഘടിപ്പിച്ചു. അതിൽ ഒരേ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 വർഷം പഴക്കമുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ. അതിൽ 5 പേരുണ്ട്. അതിൽ ഒരാൾ രാഘവൻ നായരുടെ ഭാര്യയായിരുന്നു. മറ്റൊരാൾ ഒരു പോലീസ് യൂണിഫോമിലുള്ള വ്യക്തിയും. സലീം, ഈ ഫോട്ടോയിലുള്ള ആ പോലീസുകാരൻ ആരാണെന്ന് ഉടനെ കണ്ടുപിടിക്കണം, അർജുൻ പറഞ്ഞു. അതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അർജുൻ്റെ മേശപ്പുറത്തെത്തി. റിപ്പോർട്ട് വായിച്ച അർജുൻ്റെ നെറ്റി ചുളിഞ്ഞു. അഞ്ജലി മരിച്ചത് കഴുത്തിലെ മുറിവ് മൂലമല്ല, മറിച്ച് ശ്വാസം മുട്ടിയാണ്. കഴുത്തിലെ മുറിവ് മരിച്ചതിന് ശേഷം ഉണ്ടാക്കിയതാണ്. അതായത് കൊലപാതകി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്ത ഒന്ന്. അന്ന് വൈകുന്നേരം അർജുന് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നു. അർജുൻ സാർ, നിങ്ങൾ വിവേകിൻ്റെ പുറകെ പോകുന്നത് നിർത്തണം. അഞ്ജലിക്ക് വേണ്ടത് ആ ഫോട്ടോ ആയിരുന്നില്ല, അവൾക്ക് വേണ്ടിയിരുന്നത് നീതിയായിരുന്നു. മൂന്നാറിലെ പഴയ സെമിത്തേരിയിൽ പോയി നോക്കൂ, അവിടെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടും. ഫോൺ കട്ടായി. അർജുൻ ഉടനെ ജീപ്പ് എടുത്ത് സെമിത്തേരി ലക്ഷ്യമാക്കി പാഞ്ഞു. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരുന്നു. സെമിത്തേരിയുടെ വിജനമായ ഒരറ്റത്ത് ഒരു പുതിയ കുഴിമാടത്തിനരികിൽ ഒരാൾ കുടയും ചൂടി നിൽക്കുന്നത് അർജുൻ കണ്ടു. അർജുൻ ടോർച്ച് അടിച്ചു നോക്കി. അത് വിവേക് നായർ ആയിരുന്നില്ല. അത് മൂന്നാറിലെ പഴയ റിട്ടയർഡ് ഡിസ്പെൻസറി ഡോക്ടറായിരുന്നു. ഡോക്ടർ, നിങ്ങൾ ഇവിടെ ഈ രാത്രിയിൽ? അർജുൻ അത്ഭുതപ്പെട്ടു. ഡോക്ടർ തൻ്റെ കുട മാറ്റി അർജുനെ നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. 10 വർഷം മുമ്പ് മരിച്ചു എന്ന് എല്ലാവരും വിശ്വസിച്ച ഒരു പെൺകുട്ടിയുടെ ശവകുടീരമാണിത് സർ. അഞ്ജലി ഇങ്ങോട്ട് വന്നത് അവളുടെ ചേച്ചിയുടെ മരണത്തിന് പകരം ചോദിക്കാനാണ്. അർജുൻ ആ ശവകുടീരത്തിലെ പേര് വായിച്ചു. അനന്യ. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു വെടിയൊച്ച കേട്ടു. ഡോക്ടർ നിലവിളിച്ചുകൊണ്ട് താഴെ വീണു. അർജുൻ തോക്കെടുത്ത് കാട്ടുപാതയിലേക്ക് നോക്കി. അവിടെ ഇരുട്ടിൽ ഒരു നിഴൽ രൂപം മറയുന്നത് അവൻ കണ്ടു. അർജുൻ വേഗം ഡോക്ടറുടെ അടുത്തേക്ക് ഓടിയെത്തി. വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ തോളിലാണ് തറച്ചിരിക്കുന്നത്. ഭാഗ്യത്തിന് മാരകമല്ല. സലീം, വേഗം ആംബുലൻസ് വിളിക്ക്, അർജുൻ വയർലെസ്സിലൂടെ അലറി. രക്തം വാർന്നൊഴുകുന്ന തോളിൽ അമർത്തിപ്പിടിച്ച് ഡോക്ടർ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അർജുൻ, അവർ എന്നെയും കൊല്ലും. അനന്യയുടെ മരണം അതൊരു ആത്മഹത്യയായിരുന്നില്ല. അത് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ അഞ്ജലി വന്നത്. അവളുടെ കയ്യിലുള്ള ആ പഴയ ഫോട്ടോയിൽ ആ പോലീസുകാരനുണ്ട്. അയാളാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ. ഡോക്ടറെ ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം അർജുൻ നേരെ സ്റ്റേഷനിലേക്ക് തിരിച്ചു. അവൻ്റെ മനസ്സിൽ ആ പഴയ ഗ്രൂപ്പ് ഫോട്ടോ മിന്നിമറിഞ്ഞു. അതിൽ കണ്ട പോലീസുകാരൻ്റെ മുഖം ഇപ്പോൾ എവിടെയോ പരിചയമുള്ളതുപോലെ. അർജുൻ പഴയ ഫയലുകൾ പരതാൻ തുടങ്ങി. 10 വർഷം മുമ്പ് മൂന്നാറിൽ നടന്ന അനന്യ മരണം എന്ന കേസ് ഫയൽ അവൻ കണ്ടെത്തി. അതിൽ ആത്മഹത്യ എന്നെഴുതി ഒപ്പിട്ടിരിക്കുന്നത് അന്നേ ഇവിടുത്തെ CI ആയിരുന്ന മാധവനാണ്. ഇന്ന് മാധവൻ റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുകയാണ്. പെട്ടെന്ന് സലീം ഒരു വിവരവുമായി ഓടി വന്നു.
സർ, അഞ്ജലിയുടെ ഫോൺ ലൊക്കേഷൻ വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് വിവേക് നായരുടെ ബംഗ്ലാവിനടുത്തുള്ള ഒരു പഴയ ഔട്ട് ഹൗസിലാണ് കാണിക്കുന്നത്. അർജുൻ ഒട്ടും വൈകിയില്ല. ഒരു ചെറിയ സംഘം പോലീസുകാരുമായി അവൻ അങ്ങോട്ട് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ ആ പഴയ കെട്ടിടത്തിൻ്റെ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. ഉള്ളിൽ കയറി അർജുൻ കണ്ടത് തകർന്നു പോയ ഒരു മുറിയാണ്. അവിടെ ഭിത്തിയിൽ അഞ്ജലിയുടെയും അനന്യയുടെയും നിരവധി ഫോട്ടോകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് അർജുൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ മെസ്സേജ് വന്നു. ഒരു അപരിചിത നമ്പറിൽ നിന്നാണ് അത് വന്നത്. വീഡിയോ പ്ലേ ചെയ്ത അർജുൻ്റെ കണ്ണുകൾ വിടർന്നു. അതിൽ വിവേക് നായർ ആരോടോ തർക്കിക്കുന്നത് കാണാം. പക്ഷേ വിവേകിന് എതിരെയുള്ള ആൾ ക്യാമറയ്ക്ക് പുറത്താണ്. നീ അവളെ കൊന്നത് എന്തിനാണ്? അവൾ ആ ഫോട്ടോ തരാമെന്ന് പറഞ്ഞതല്ലേ? വിവേക് അലറുന്നു. മറുപടിയായി ഒരു വെടിയൊച്ച മാത്രം കേട്ടു. വിവേക് നെഞ്ചു തകർന്ന് താഴെ വീഴുന്നു. അർജുൻ ക്യാമറയ്ക്ക് പിന്നിലുള്ള ആളിൻ്റെ നിഴലിലേക്ക് സൂക്ഷിച്ചു നോക്കി. അയാളുടെ കയ്യിൽ ഒരു മോതിരമുണ്ട്. ആ മോതിരത്തിലെ അടയാളം അർജുൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് മുറിക്കുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. അർജുൻ തോക്കുയർത്തി പതുക്കെ അടുത്ത മുറിയിലേക്ക് നീങ്ങി. അവിടെ ഒരു കസേരയിൽ കെട്ടിയിട്ട നിലയിൽ ഒരാളെ അവൻ കണ്ടു. അത് അഞ്ജലിയുടെ സുഹൃത്തും സഹപ്രവർത്തകനുമായ രാഹുലായിരുന്നു. സർ, എന്നെ രക്ഷിക്കൂ, അയാൾ എന്നെയും കൊല്ലും, രാഹുൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആരാണ് രാഹുൽ? ആരാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? അർജുൻ അവനെ അഴിച്ചുവിട്ടു. രാഹുൽ കിതച്ചുകൊണ്ട് പറഞ്ഞു. അത് വിവേക് നായരല്ല സർ, അത് ഒരു പോലീസുകാരനാണ്, യൂണിഫോം ഇട്ട ഒരാൾ. അർജുൻ ഞെട്ടിപ്പോയി. അത് കൂടെയുള്ളവരിൽ തന്നെയാണോ കൊലയാളി? അതോ പുറത്തു നിന്നുള്ള ആരെങ്കിലുമാണോ? അപ്പോഴാണ് സലീം അർജുൻ്റെ അടുത്തേക്ക് വന്നത്. സലീമിൻ്റെ വിരലിൽ ആ മോതിരം മിന്നുന്നത് അർജുൻ കണ്ടു. അർജുൻ തൻ്റെ തോക്ക് സാവധാനം സലീമിന് നേരെ തിരിച്ചു. അന്തരീക്ഷം പെട്ടെന്ന് നിശബ്ദമായി. സലീം, ആ മോതിരം എവിടെ നിന്ന് കിട്ടി? അർജുൻ്റെ ശബ്ദം ശാന്തമായിരുന്നു. പക്ഷേ അതിലൊരു താക്കീതുണ്ടായിരുന്നു. സലീം പകച്ചുപോയി. അവൻ തൻ്റെ കൈവിരലിലെ മോതിരത്തിലേക്ക് നോക്കി. സർ, ഇത് ഞാൻ ലേലം വിളിച്ചു വാങ്ങിയതാണ്. എന്താ സർ? അർജുൻ പെട്ടെന്ന് രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കി. രാഹുൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സലീം, നിന്റെ ഫോൺ ഒന്ന് തരൂ, അർജുൻ പറഞ്ഞു. സലീം ഫോൺ നൽകി. അർജുൻ ഗാലറി പരിശോധിച്ചു. അതിൽ വിവേക് നായർ കൊല്ലപ്പെടുന്ന ആ വീഡിയോയുടെ ഒറിജിനൽ ഫയൽ ഉണ്ടായിരുന്നു. അർജുൻ ഞെട്ടിപ്പോയി. തൻ്റെ കൂടെ വിശ്വസ്തനായി നടന്ന സലീം തന്നെയാണോ ഈ ക്രൂരതകൾക്കെല്ലാം പിന്നിൽ? നീ എന്തിനാണിത് ചെയ്തത് സലീം? അർജുൻ അലറി. സലീം കരയാൻ തുടങ്ങി. സർ, ഞാൻ കൊന്നതല്ല സത്യം. വിവേക് നായർ കൊല്ലപ്പെടുന്നത് ഞാൻ കണ്ടു. പക്ഷേ അത് ചെയ്തത് ഞാനല്ല. ഞാൻ അവിടെ എത്തിയപ്പോൾ അയാൾ മരിച്ചു കിടക്കുകയായിരുന്നു. ആരോ എന്നെ ഈ കേസിൽ കുടുക്കാൻ നോക്കുകയാണ്. ഈ മോതിരം എനിക്ക് കൊറിയറായി വന്നതാണ്. ഞാനത് വെറുതെ ഇട്ടതാണ് സർ. അർജുൻ ഒരു നിമിഷം ആലോചിച്ചു. സലീം പറയുന്നതിൽ സത്യമുണ്ടാകാം. കാരണം സലീമിന് വിവേകിനെയോ അഞ്ജലിയെയോ കൊല്ലാൻ ഒരു കാരണവുമില്ല. ആരോ സലീമിനെ കരുവാക്കി അർജുൻ്റെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് രാഹുൽ അർജുൻ്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. അർജുൻ അവനെ തടഞ്ഞു താഴെയിട്ടു. രാഹുൽ, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? അപ്പോഴാണ് അർജുൻ്റെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നത്. അത് നേരത്തെ അജ്ഞാതനായി വിളിച്ച ആൾ തന്നെയായിരുന്നു. അർജുൻ, നിങ്ങളുടെ കൂടെയുള്ളവരെയല്ല ഭയപ്പെടേണ്ടത്. 10 വർഷം മുമ്പ് മുങ്ങിയ ആ ഫോട്ടോയുടെ ബാക്കി ഭാഗം ഇപ്പോൾ നിങ്ങളുടെ സ്റ്റേഷനിലെ പഴയ ലോക്കറിലുണ്ട്. അത് തുറന്നു നോക്കൂ. അർജുൻ ഉടനെ സ്റ്റേഷനിലേക്ക് തിരിച്ചു. സലീമിനെ താൽക്കാലികമായി ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. സ്റ്റേഷനിലെ പൊടി പിടിച്ച പഴയ ലോക്കർ തുറന്ന അർജുൻ അവിടെ കണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച കുറച്ച് രേഖകളാണ്. അതിൽ ഒരു പഴയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അനന്യയുടേത്. അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഡോക്ടറല്ല, മറിച്ച് അന്നത്തെ മെഡിക്കൽ ഓഫീസറായിരുന്ന ഒരാളാണ്. അയാളുടെ പേര് വായിച്ച അർജുൻ്റെ ചോര തണുത്തുപോയി. അത് മൂന്നാറിലെ ഇപ്പോഴത്തെ സിറ്റി ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ ചെറിയാൻ ആയിരുന്നു. അർജുൻ ആ പഴയ ഗ്രൂപ്പ് ഫോട്ടോ വീണ്ടും എടുത്തു നോക്കി. അതിൽ 5ാമത്തെ ആൾ, മുഖം വ്യക്തമല്ലാത്ത ആ വ്യക്തിയുടെ കയ്യിലും ഇതേ അടയാളമുള്ള മോതിരമുണ്ടായിരുന്നു. സലീം, ആ മോതിരം എനിക്ക് തരൂ. അർജുൻ വാങ്ങി. അതിനുള്ളിൽ ഒരു ചെറിയ നമ്പർ കൊത്തിവെച്ചിട്ടുണ്ട്.
1996. പെട്ടെന്ന് പുറത്തൊരു കാർ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയത് രാഘവൻ നായരായിരുന്നു, വിവേകിൻ്റെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സങ്കടമല്ല, പകരം വല്ലാത്തൊരു പകയായിരുന്നു. അർജുൻ, എൻ്റെ മകനെ കൊന്നവനെ എനിക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ ഈ നാട് കത്തും, രാഘവൻ നായർ ഭീഷണിപ്പെടുത്തി. അർജുന് ഒരു കാര്യം മനസ്സിലായി. ഈ കളിയിൽ നിയമം നടപ്പിലാക്കാൻ താൻ ഒറ്റയ്ക്കാണ്. കൊലയാളി പോലീസിനും രാഷ്ട്രീയക്കാർക്കും ഇടയിൽ തന്നെയുണ്ട്. രാഘവൻ നായരെ സ്റ്റേഷനിൽ നിന്ന് മടക്കി അയച്ച ശേഷം അർജുൻ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഡോക്ടർ ചെറിയാനെ നേരിട്ട് കാണണം. സലീമിനെ കൂടെ കൂട്ടാതെ മഫ്തിയിലാണ് അർജുൻ പോയത്. ഹോസ്പിറ്റലിലെ 3-ാം നിലയിലുള്ള ഡോക്ടറുടെ ക്യാബിന് മുന്നിൽ എത്തിയപ്പോൾ അവിടെ വലിയ തിരക്കില്ലായിരുന്നു. അർജുൻ പതുക്കെ അകത്തേക്ക് കയറി. ഡോക്ടർ ചെറിയാൻ തൻ്റെ ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ ചെറിയാൻ, എനിക്ക് 10 വർഷം മുമ്പത്തെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അനന്യ എന്ന പെൺകുട്ടിയുടേത്, അർജുൻ കസേരയിൽ ഇരുന്നു പറഞ്ഞു. ഡോക്ടറുടെ മുഖത്ത് ഒരു നിമിഷം പരിഭ്രമം തെളിഞ്ഞു. ഓ, അതൊക്കെ എത്രയോ പഴയ കാര്യങ്ങളാണ് ഓഫീസർ. എനിക്കിപ്പോൾ അതൊന്നും ഓർമ്മയില്ല. മാത്രമല്ല, ആ ഫയലുകളെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഫോട്ടോയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ലല്ലോ. അർജുൻ ആ പഴയ ഗ്രൂപ്പ് ഫോട്ടോ മേശപ്പുറത്ത് വെച്ചു. ഫോട്ടോ കണ്ടതും ഡോക്ടറുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അയാൾ അതിലെ 5-ാമത്തെ ആളുടെ മുഖത്തേക്ക് നോക്കി. ഇതെവിടെ നിന്ന് കിട്ടി? അത് ഞാൻ പറയാം, പക്ഷേ അതിനു മുമ്പ് ആ മോതിരത്തിൻ്റെ രഹസ്യം പറയൂ. 1996 എന്ന് കൊത്തിയ ആ മോതിരം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അർജുൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഡോക്ടർ ജനാലൽക്കൽ പോയി പുറത്തേക്ക് നോക്കി. അർജുൻ, നിങ്ങൾ വലിയൊരു അപകടത്തിലേക്കാണ് നടന്നു കയറുന്നത്. ആ ഫോട്ടോയിലുള്ളത് അന്ന് മൂന്നാറിലെ ഒരു ക്ലബിലെ അംഗങ്ങളായിരുന്നു. നൈറ്റ് ഔൾസ് എന്നായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ പേര്. അവർക്ക് അധികാരവും പണവും ഉണ്ടായിരുന്നു. അനന്യ ആ ക്ലബിൻ്റെ ഒരു പാർട്ടിയിൽ വെച്ച് ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് അവൾ കൊല്ലപ്പെട്ടത്. ആരാണ് ആ 5-ാമത്തെ ആൾ? അർജുൻ എഴുന്നേറ്റു ചോദിച്ചു. ഡോക്ടർ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ജനാലയുടെ ഗ്ലാസ് തകർത്തുകൊണ്ട് ഒരു വെടിയുണ്ട അകത്തേക്ക് വന്നു. ഡോക്ടറുടെ നെഞ്ചിൽ തന്നെ അത് തറച്ചു. അദ്ദേഹം രക്തം തുപ്പി തറയിൽ വീണു. അർജുൻ ഉടനെ നിലത്ത് കിടന്ന് തൻ്റെ തോക്കെടുത്തു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഹോസ്പിറ്റലിനെതിരെയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു സ്നൈപ്പർ റൈഫിളുമായി ഒരാൾ നിൽക്കുന്നത് കണ്ടു. കറുത്ത റെയിൻകോട്ട് ധരിച്ച ആൾ. അർജുൻ താഴേക്കോടി. ലിഫ്റ്റിനായി കാത്തു നിൽക്കാതെ ഗോവണിപ്പടി വഴി അവൻ താഴെ എത്തി. റോഡിലൂടെ ഓടുമ്പോൾ ആ റെയിൻകോട്ട് ഇട്ട ആൾ ഒരു ബൈക്കിൽ കയറി പാഞ്ഞു പോകുന്നത് അർജുൻ കണ്ടു. അർജുൻ തൻ്റെ ജീപ്പിൽ അവനെ പിന്തുടർന്നു. മൂന്നാറിലെ വളഞ്ഞു പുളഞ്ഞ പാതകളിലൂടെ ആ ബൈക്ക് പറക്കുകയാണ്. പെട്ടെന്ന് ഒരു കൊടുംവളവിൽ വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞു. അർജുൻ വണ്ടി നിർത്തി തോക്കുമായി അങ്ങോട്ടോടി. ബൈക്ക് ഓടിച്ചയാൾ പരിക്കുകളോടെ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. അർജുൻ അവൻ്റെ ഹെൽമറ്റ് മാറ്റിയപ്പോൾ കണ്ടത് അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അത് സലീമായിരുന്നു. പക്ഷേ സലീമിൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ല. സലീം, നീയാണോ ഇതൊക്കെ ചെയ്തത്? അർജുൻ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. സലീം ചിരിച്ചു, വല്ലാത്തൊരു ക്രൂരമായ ചിരി. സർ, സലീം എപ്പോഴേ മരിച്ചു. ഞാൻ സലീമല്ല, സലീമിൻ്റെ ഇരട്ട സഹോദരൻ സൽമാനാണ്. സലീം ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയണോ? അർജുൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് സലീമിൻ്റെ, അതായത് സൽമാൻ്റെ കഴുത്തിൽ അഞ്ജലി മരിച്ചതുപോലെ തന്നെ ഒരു മുറിവുണ്ട്. സലീം ഇപ്പോൾ നിങ്ങളുടെ പഴയ ലോക്കപ്പിനുള്ളിലുണ്ട് സർ. പക്ഷേ അവൻ അവിടെ ഒറ്റയ്ക്കല്ല, ഒരു ടൈം ബോംബിനൊപ്പമാണ്, സൽമാൻ പരിഹാസത്തോടെ പറഞ്ഞു. അർജുൻ ഞെട്ടിപ്പോയി. സൽമാനെ ജീപ്പിനുള്ളിലേക്ക് തള്ളിയിട്ട് അവൻ സ്റ്റേഷനിലേക്ക് പാഞ്ഞു. വഴിമധ്യേ അർജുൻ സൽമാനോട് ചോദിച്ചു, എന്തിനാണ് നീ ഇതെല്ലാം ചെയ്യുന്നത്? അഞ്ജലിയെ എന്തിനാണ് കൊന്നത്? സൽമാൻ ശാന്തനായി പറഞ്ഞു, അഞ്ജലി എൻ്റെ കാമുകിയായിരുന്നു സർ. ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് അനന്യയുടെ കൊലപാതകികളെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ചത്. വിവേക് നായരും ഡോക്ടർ ചെറിയാനും ആ പഴയ നൈറ്റ് ഔൾസ് ക്ലബിലെ അംഗങ്ങളായിരുന്നു. അവർ എൻ്റെ അനിയൻ സലീമിനെ ഭീഷണിപ്പെടുത്തി പോലീസിനുള്ളിൽ ചാരനാക്കി മാറ്റി. സലീമിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷം കെട്ടിയത്. അപ്പോൾ അഞ്ജലിയെ കൊന്നത് നീയാണോ?
അർജുൻ തോക്ക് അവൻ്റെ നേരെ പിടിച്ചു. അല്ല സർ, അഞ്ജലിയെ കൊന്നത് ഞാനല്ല. ഞാനും അവളും കൂടി ആ പഴയ ഫോട്ടോയിലെ 5ാമത്തെ ആളെ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവൻ ഞങ്ങളെക്കാൾ ഒരു പടി മുന്നിലായിരുന്നു. അഞ്ജലി കൊല്ലപ്പെട്ടത് ഞാൻ കണ്ടു. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കൊലയാളിയിട്ട അതേ വേഷം കെട്ടി ഞാൻ ഇറങ്ങിയത് അവനെ പുറത്തു കൊണ്ടുവരാനാണ്. അർജുൻ സ്റ്റേഷനിലെത്തിയപ്പോൾ സലീം ലോക്കപ്പിനുള്ളിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു. ബോംബ് സ്ക്വാഡ് എത്തി നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ബോംബ് നിർവീര്യമാക്കി. സലീമിനെ മോചിപ്പിച്ചു. സലീമും സൽമാനും മുഖത്തോട് മുഖം നോക്കി നിന്നു. സർ, സൽമാൻ പറഞ്ഞത് പകുതി സത്യമാണ്, സലീം കിതച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവൻ ഒരു കാര്യം മറച്ചുവെച്ചു. ആ പഴയ ഫോട്ടോയിലെ 5ാമത്തെ ആൾ അത് രാഘവൻ നായരല്ല, അത് മറ്റൊരാളാണ്. അന്ന് അനന്യയെ പീഡിപ്പിച്ചു കൊന്നത് അയാളാണ്. ആരാണ് അയാൾ? അർജുൻ അലറി. അപ്പോഴാണ് രാഘവൻ നായരുടെ ഫോൺ കോൾ അർജുൻ്റെ മൊബൈലിലേക്ക് വന്നത്. അർജുൻ, നീ ആ സൽമാനെ പിടിച്ചല്ലേ? അവനെ ഉടനെ എനിക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ നിന്റെ സ്റ്റേഷനിൽ ഇപ്പോൾ വെടിമുഴങ്ങും. സ്റ്റേഷന് ചുറ്റും കറുത്ത വസ്ത്രം ധരിച്ച തോക്കുധാരികൾ വളയുന്നത് അർജുൻ കണ്ടു. അവർ രാഘവൻ നായരുടെ ഗുണ്ടകളായിരുന്നു. സലീം, സൽമാൻ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിൽക്കണം. നമുക്ക് ഈ രാത്രി അതിജീവിക്കണം. അർജുൻ തൻ്റെ സർവീസ് റിവോൾവർ ലോഡ് ചെയ്തു. പെട്ടെന്ന് സ്റ്റേഷനിലെ വെളിച്ചം അണഞ്ഞു. ഇരുട്ടിൽ ജനാലകൾ തകർന്നു വീഴുന്ന ശബ്ദം കേട്ടു. ആരോ അകത്തേക്ക് ഗ്രനേഡ് എറിഞ്ഞു. പുക പടരുന്നതിനിടയിൽ അർജുൻ കണ്ടു സൽമാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന രഹസ്യ ഫയലുകൾ. പുക പടരുന്നതിനിടയിൽ അർജുൻ കണ്ടു സൽമാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന രഹസ്യ ഫയലുമായി പുറത്തേക്ക് ഓടുന്നു. സൽമാൻ, നിൽക്ക്! അർജുൻ പുറകെ ഓടി. പുറത്ത് മഴ കനത്തു പെയ്യുന്നുണ്ടായിരുന്നു. കാട്ടുപാതയുടെ അറ്റത്ത് ഒരു വലിയ മരത്തിനു ചുവട്ടിൽ സൽമാൻ നിന്നു. അവിടെ ഒരാൾ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അർജുൻ ടോർച്ച് തെളിച്ചു. ആ വ്യക്തി തിരിഞ്ഞു നോക്കിയപ്പോൾ അർജുൻ്റെ കൈകൾ വിറച്ചു. അത് രാഘവൻ നായരോ വിവേകോ ആയിരുന്നില്ല. അത് അർജുൻ്റെ തന്നെ മേലുദ്യോഗസ്ഥനായ DCP മാധവനായിരുന്നു. മാധവൻ്റെ വിരലിൽ ആ പഴയ 1996 മോതിരം തിളങ്ങുന്നുണ്ടായിരുന്നു. സർ, നിങ്ങൾ? അർജുൻ്റെ ശബ്ദം ഇടറി. മാധവൻ പതുക്കെ തൻ്റെ സിഗരറ്റ് താഴെയിട്ടു. അയാളുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു. അർജുൻ, നീ ഒരു നല്ല ഓഫീസറാണ്. പക്ഷേ നീ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ചില സത്യങ്ങൾ കുഴിച്ചു മൂടപ്പെട്ട അവസ്ഥയിൽ തന്നെ ഇരിക്കേണ്ടവയാണ്. സൽമാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ മാധവന് നേരെ നീട്ടി. സർ, ഇതാണ് നിങ്ങൾ ചോദിച്ച ഫയൽ. അഞ്ജലിയുടെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഇനി എൻ്റെ അനിയനെ വിട്ടയക്കണം. അർജുൻ ഞെട്ടിപ്പോയി. സൽമാൻ മാധവനുമായി ഒരു ഡീൽ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. സലീമിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ അഞ്ജലിയെ ചതിച്ചോ? സൽമാൻ, നീ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? അഞ്ജലിയെ കൊന്നത് ഇയാളാണ്. അർജുൻ അലറി. മാധവൻ ചിരിച്ചു. കൊന്നത് ഞാനല്ല അർജുൻ, പക്ഷേ കൊല്ലാൻ ഉത്തരവിട്ടത് ഞാനാണ്. 10 വർഷം മുമ്പ് ആ അനന്യ ചെയ്ത തെറ്റ് എന്താണെന്നറിയാമോ? നൈറ്റ് ഔൾസ് ക്ലബിൻ്റെ രഹസ്യ ഇടപാടുകൾ അവൾ റെക്കോർഡ് ചെയ്തു. അന്ന് ഞാൻ വെറും ഒരു CI ആയിരുന്നു. എൻ്റെ കരിയർ തകരാതിരിക്കാൻ എനിക്ക് അവളെ ഇല്ലാതാക്കേണ്ടി വന്നു. വിവേക് നായരെയും ഡോക്ടർ ചെറിയാനെയും എന്തിനു കൊന്നു? അർജുൻ ചോദിച്ചു. അവർക്ക് പേടിയായിരുന്നു. അഞ്ജലി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ പോലീസിനെ സമീപിക്കുമെന്ന് എനിക്ക് തോന്നി. തെളിവുകൾ നശിപ്പിക്കാൻ സാക്ഷികളെയും നശിപ്പിക്കണം. മാധവൻ തൻ്റെ തോക്ക് അർജുന് നേരെ ചൂണ്ടി. പെട്ടെന്ന് സൽമാൻ മാധവൻ്റെ കൈ തട്ടിമാറ്റി. അപ്പോൾ സർ, സൽമാൻ അലറി. ആ നിമിഷം കാട്ടുപാതയുടെ ഇരുട്ടിൽ നിന്ന് പോലീസുകാർ ഇരച്ചെത്തി. സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട സലീം ഒരു വലിയ സംഘം പോലീസുകാരുമായി മാധവനെ വളഞ്ഞു. അർജുൻ്റെ വയർലെസ്സിൽ നേരത്തെ തന്നെ സലീം മെസ്സേജ് അയച്ചിരുന്നു. മാധവൻ പതറിപ്പോയി. സൽമാൻ, നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ചതിക്ക് പകരം ചതി സർ. അഞ്ജലിയെ കൊന്ന നിങ്ങളെ നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് ഞാൻ അവൾക്ക് വാക്കുകൊടുത്തതാണ്, സൽമാൻ പറഞ്ഞു. എന്നാൽ മാധവൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ സൽമാനെ തള്ളിയിട്ട് കാട്ടുപാതയുടെ
താഴെയുള്ള കൊക്കയിലേക്ക് ചാടി. അർജുൻ, അയാൾ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്, സലീം വിളിച്ചു പറഞ്ഞു. അർജുൻ താഴേക്ക് നോക്കി. ഇരുട്ടിൽ മാധവന്റെ രൂപം മറയുന്നത് കണ്ടു. മഴ കാരണം മണ്ണൊലിച്ചു പോകുന്നുണ്ടായിരുന്നു. അർജുൻ റിസ്ക് എടുത്ത് താഴേക്ക് ചാടി. പാറക്കെട്ടുകളിൽ തട്ടി അവൻ താഴെ എത്തിയപ്പോൾ മാധവൻ ഒരു മരത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു. അർജുൻ മാധവന്റെ അടുത്തേക്ക് ചെന്നു. മാധവന്റെ കാലിന് നല്ല പരിക്കുണ്ട്. സർ, കീഴടങ്ങൂ, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, അർജുൻ പറഞ്ഞു. മാധവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പെൻഡ്രൈവ് എടുത്തു കാട്ടി. ഇതിലാണ് ആ ക്ലബിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഉള്ളത് അർജുൻ. ഇതിൽ നിന്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ വലിയ സ്രാവുകളുടെ പേരുകളുണ്ട്. നീ ഇത് പുറത്തുവിട്ടാൽ നീയും നിന്റെ കുടുംബവും ഇല്ലാതാകും. മാധവൻ ആ പെൻഡ്രൈവ് കൊക്കയിലേക്ക് എറിഞ്ഞു. അർജുൻ അത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വെള്ളച്ചാട്ടത്തിലേക്ക് വീണുപോയി. പെട്ടെന്ന് മാധവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടാമത്തെ തോക്ക് പുറത്തെടുത്തു. വെടിയൊച്ച മുഴങ്ങി. മാധവൻ രക്തം വാർന്ന് ആ പാറക്കെട്ടിൽ കിടന്നു. അർജുൻ അയാളുടെ അടുത്തേക്ക് ഓടിയെത്തി. മാധവന്റെ കണ്ണുകൾ പതുക്കെ അടയുകയായിരുന്നു. അവസാന നിമിഷം അയാൾ അർജുൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അർജുൻ, ആ പെൻഡ്രൈവ്, അത് വെറുമൊരു കളി മാത്രമായിരുന്നു. യഥാർത്ഥ തെളിവുകൾ അഞ്ജലിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫോട്ടോയുടെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. അത് കണ്ടെത്തൂ. മാധവന്റെ ശബ്ദം നിലച്ചു. അർജുൻ തകർന്നുപോയി. ഒരു മികച്ച ഓഫീസറായി താൻ കണ്ടിരുന്ന വ്യക്തിയുടെ ഈ അന്ത്യം അവനെ വേദനിപ്പിച്ചു. അപ്പോഴേക്കും സലീമും സംഘവും താഴെ എത്തി. മാധവന്റെ മൃതദേഹം അവർ മുകളിലേക്ക് എത്തിച്ചു. സർ, മാധവൻ സാർ മരിച്ചതോടെ കേസ് അവസാനിച്ചോ? സലീം ചോദിച്ചു. ഇല്ല സലീം, ഇതൊരു തുടക്കം മാത്രമാണ്. ആ ഫോട്ടോ നമുക്ക് അത് വീണ്ടും പരിശോധിക്കണം, അർജുൻ പറഞ്ഞു. അവർ തിരികെ സ്റ്റേഷനിലെത്തി. അഞ്ജലിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ ആ പഴയ ഗ്രൂപ്പ് ഫോട്ടോ അർജുൻ സൂക്ഷ്മമായി പരിശോധിച്ചു. അതിൻ്റെ പുറകിലെ പേപ്പർ പതുക്കെ ഇളക്കി മാറ്റിയപ്പോൾ ഉള്ളിൽ വളരെ നേർത്ത ഒരു ചിപ്പ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. അർജുൻ അത് ലാപ്പിൽ കണക്ട് ചെയ്തു. അതിൽ 10 വർഷം മുമ്പത്തെ ചില ശബ്ദരേഖകളായിരുന്നു. നൈറ്റ് ഔൾസ് ക്ലബിലെ അംഗങ്ങൾ സംസാരിക്കുന്നത് അതിൽ വ്യക്തമായി കേൾക്കാം. വിവേക് നായർ, ഡോക്ടർ ചെറിയാൻ, മാധവൻ, പിന്നെ ഒരാൾ കൂടി. ആ 4ാമത്തെ ശബ്ദം കേട്ടപ്പോൾ അർജുൻ ഞെട്ടിപ്പോയി. അത് മറ്റാരുമായിരുന്നില്ല, രാഘവൻ നായരായിരുന്നു. അനന്യയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത് രാഘവൻ നായരായിരുന്നു. മാധവൻ കേവലം ഒരു സഹായി മാത്രമായിരുന്നു. മാധവൻ മരിച്ചതോടെ താൻ സുരക്ഷിതനായെന്ന് രാഘവൻ നായർ കരുതിയിട്ടുണ്ടാകും. പെട്ടെന്ന് സൽമാൻ അർജുൻ്റെ അടുത്തേക്ക് വന്നു. സർ, എൻ്റെ ജോലി കഴിഞ്ഞു. അഞ്ജലിക്ക് വേണ്ടത് ഇതായിരുന്നു. ഇനി രാഘവൻ നായരെ നിയമത്തിനു മുന്നിൽ എത്തിക്കണം. പക്ഷേ സൽമാൻ, നിനക്കെതിരെയും കേസുകൾ ഉണ്ടാകും. നീ നിയമം കയ്യിലെടുത്തിട്ടുണ്ട്, അർജുൻ പറഞ്ഞു. സൽമാൻ ഒന്ന് പുഞ്ചിരിച്ചു. അതൊന്നും സാരമില്ല സർ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്നാണ്. രാഘവൻ നായർ ഈ തെളിവുകൾ നശിപ്പിക്കാൻ ഏതറ്റം വരെയും പോകും. അപ്പോഴാണ് സ്റ്റേഷന് പുറത്ത് വലിയൊരു ശബ്ദം കേട്ടത്. ഒരു വലിയ ആൾക്കൂട്ടം സ്റ്റേഷന് നേരെ കല്ലെറിയാൻ തുടങ്ങിയിരിക്കുന്നു. രാഘവൻ നായരുടെ ഗുണ്ടകൾ നാട്ടുകാരെ ഇളക്കി വിട്ടിരിക്കുകയാണ്. സൽമാനെ തങ്ങൾക്ക് വിട്ടുതരണമെന്നാണ് അവരുടെ ആവശ്യം. അർജുൻ, പുറത്തേക്ക് വരൂ. രാഘവൻ നായരുടെ ശബ്ദം സ്പീക്കറിലൂടെ മുഴങ്ങി. നീ എൻ്റെ മകനെ കൊന്നവനെ സംരക്ഷിക്കുകയാണോ? ഈ സ്റ്റേഷൻ ഞങ്ങൾ കത്തിക്കും. അർജുൻ തൻ്റെ തോക്ക് ബെൽറ്റിൽ തിരുകി. കയ്യിൽ ആ തെളിവുകളടങ്ങിയ ചിപ്പുമായി അവൻ പുറത്തേക്ക് നടന്നു. സലീമും മറ്റു പോലീസുകാരും അവന് പിന്നാലെ അണിനിരന്നു. മഴ തോർന്നിരുന്നു. പുകമഞ്ഞു നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ അർജുൻ രാഘവൻ നായർക്ക് നേരെ നടന്നു. സ്റ്റേഷന് മുന്നിൽ 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. ആയുധങ്ങളേന്തിയ ഗുണ്ടകൾക്കിടയിൽ തൻ്റെ വെളുത്ത ആഡംബര കാറിന് മുകളിൽ ഇരുന്നു കൊണ്ട് രാഘവൻ നായർ അർജുനെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. അർജുൻ, നീ വെറുമൊരു സാധാരണ പോലീസ് ഓഫീസറാണ്. എൻ്റെ മകൻ വിവേകിനെ കൊന്ന സൽമാനെ എനിക്ക് വിട്ടുതന്നാൽ നിനക്ക് ജീവനോടെ പോകാം. അല്ലെങ്കിൽ ഈ സ്റ്റേഷൻ നിന്റെ ശവപ്പറമ്പാകും, രാഘവൻ നായർ ഗർജിച്ചു. അർജുൻ പതുക്കെ തൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ചെറിയ ചിപ്പ് പുറത്തെടുത്തു. രാഘവൻ നായർ വിവേകിനെ കൊന്നതും സൽമാനല്ല. സൽമാൻ വെറുമൊരു സാക്ഷി മാത്രമായിരുന്നു.
വിവേകിനെ കൊന്നത് നിങ്ങളുടെ വിശ്വസ്തനായ മാധവൻ സാറാണ്. കാരണം വിവേകിന് പേടിയായിരുന്നു. അവൻ സത്യങ്ങളെല്ലാം എന്നോട് പറയുമെന്ന് മാധവൻ ഭയന്നു. ആൾക്കൂട്ടത്തിനിടയിൽ ഒരു പിറുപിറുപ്പ് ഉയർന്നു. രാഘവൻ നായരുടെ മുഖത്ത് ഭയം നിഴലിച്ചു. നീ എന്ത് അസംബന്ധമാണ് പറയുന്നത്? മാധവൻ എൻ്റെ സുഹൃത്തായിരുന്നു, രാഘവൻ അലറി. അർജുൻ തൻ്റെ ഫോൺ സ്പീക്കറുമായി കണക്ട് ചെയ്തു. ആ ചിപ്പിലെ ശബ്ദരേഖ സ്റ്റേഷൻ പരിസരമാകെ മുഴങ്ങി. 10 വർഷം മുമ്പ് അനന്യയെ കൊല്ലാൻ രാഘവൻ നായർ മാധവന് നിർദ്ദേശം നൽകുന്നതും പകരമായി പണം വാഗ്ദാനം ചെയ്യുന്നതും അതിൽ വ്യക്തമായിരുന്നു. ഇതൊരു കൃത്രിമ രേഖയാണ്, ആരും ഇത് വിശ്വസിക്കരുത്. രാഘവൻ നായർ തൻ്റെ തോക്കെടുത്ത് വായുവിലേക്ക് വെടിവെച്ചു. പെട്ടെന്ന് സൽമാൻ സ്റ്റേഷന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. അവൻ രാഘവൻ നായരുടെ കാറിന് നേരെ പാഞ്ഞു. ഗുണ്ടകൾ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അർജുനും സലീമും ചേർന്ന് അവർക്ക് നേരെ വായുവിലേക്ക് വെടിയുതിർത്തു. സൽമാൻ രാഘവൻ നായരുടെ കഴുത്തിന് പിടിച്ചു. അഞ്ജലിയെ നിങ്ങൾ കൊന്നു, അനന്യയെ നിങ്ങൾ കൊന്നു, ഇനി നിങ്ങൾ ആരെയും കൊല്ലില്ല. സൽമാന്റെ കയ്യിൽ ഒരു കത്തിയുണ്ടായിരുന്നു. അർജുൻ ഉടനെ ഓടിയെത്തി സൽമാനെ തടഞ്ഞു. സൽമാൻ, വേണ്ട, നീയും ഒരു കൊലയാളിയാകരുത്. ഇയാൾ നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടണം. നീ ഇപ്പോൾ ഇയാളെ കൊന്നാൽ ഇയാൾ ഒരു രക്തസാക്ഷിയാകും. നമുക്ക് വേണ്ടത് നീതിയാണ്, പകയല്ല. സൽമാന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പതുക്കെ കത്തി താഴെയിട്ടു. ആ സമയം പോലീസ് ഫോഴ്സിന്റെ വലിയൊരു സംഘം അങ്ങോട്ടേക്ക് ഇരച്ചെത്തി. രാഘവൻ നായരെയും അയാളുടെ ഗുണ്ടകളെയും അവർ വളഞ്ഞു. രാഘവൻ നായർ വിലങ്ങെടുക്കുമ്പോൾ അർജുൻ്റെ അടുത്തേക്ക് നടന്നു. നീ ജയിച്ചു എന്ന് കരുതേണ്ട അർജുൻ, എൻ്റെ പണം എന്നെ പുറത്തിറക്കും. അർജുൻ പുഞ്ചിരിച്ചു. പണം കൊണ്ട് നിങ്ങൾക്ക് കോടതിയെ വാങ്ങാമായിരിക്കും, പക്ഷേ ഈ ജനങ്ങളുടെ കണ്ണിലെ സത്യത്തെ നിങ്ങൾക്ക് മായ്ക്കാൻ കഴിയില്ല. നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം ഇന്നത്തോടെ അവസാനിച്ചു. ആഴ്ചകൾക്ക് ശേഷം മൂന്നാറിലെ ആ പഴയ ശവകുടീരത്തിന് മുന്നിൽ അർജുൻ നിൽക്കുകയായിരുന്നു. അനന്യയുടെയും അഞ്ജലിയുടെയും ചിത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. സൽമാൻ ജയിലിലാണ്. നിയമം കയ്യിലെടുത്തതിന് അവന് ചെറിയൊരു ശിക്ഷ ലഭിച്ചു. സലീം വീണ്ടും തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുഴുകി. അർജുൻ തൻ്റെ യൂണിഫോമിലെ തൊപ്പി മാറ്റി ആ സഹോദരിമാർക്ക് ആദരമർപ്പിച്ചു. മൂടൽമഞ്ഞ് പതുക്കെ ആ താഴ്വരയെ മൂടാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മഞ്ഞിന് ഭയത്തിൻ്റെ ഗന്ധമില്ലായിരുന്നു. കേസ് ഡയറി പൂട്ടിക്കൊണ്ട് അർജുൻ തൻ്റെ ജീപ്പിലേക്ക് നടന്നു. നഗരത്തിൽ പുതിയൊരു കേസ് അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു.